ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ടിക്കറ്റ് എടുക്കാറുള്ളത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ദിവസം കണക്കാന്ന് പറയുന്നതിന് കാരണവും ഇത് തന്നെയാണ്. കാരണം ടിക്കറ്റ് കിട്ടി അത് കാണിച്ചു വരുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ മുകളിൽ സമയം അവിടെ കാത്തു നിൽക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ അതിന് വേണ്ടി ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കാറ്. ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഹെൽത്ത് കേരള എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ഹെൽത്ത് പോർട്ടൽ ഉണ്ടാവും. അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്താൽ മതി. ആ ലോഗിനിലെടുത്തു, അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ് കൊടുത്തു, എന്നിട്ട് ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുത്തു. അതിനുശേഷം ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലാണെന്ന്. ഈ കോഴിക്കോടുള്ള ഏകദേശം ഈ ഓൺലൈൻ ഇതൊക്കെ ഉള്ള ഹോസ്പിറ്റൽസിൻ്റെ നെയിംസ് അവിടെ കൊടുക്കും. അതിൽ ഞാൻ IMCH ആണ് സെലക്ട് ചെയ്തത്. അത് സെലക്ട് ചെയ്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ അറ്റൻഡൻ്റൽ ക്ലിനിക്ക്, പ്രഗ്നൻസി ലേഡീസിന് അറ്റൻഡൻ്റൽ ക്ലിനിക്കാണ്. പിന്നെ ഏത് റെഫർ ചെയ്ത ഡോക്ടർ ഏതാണെന്ന് ജ്യോതി മാഡത്തിനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഹോസ്പിറ്റൽ IMCH തന്നെ. പിന്നെ അതിന് ചോദിക്കുന്നുണ്ട് റെഫേർഡ് ഫ്രം ആരാ ചെയ്തതെന്ന് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതും അറ്റൻഡൻ്റൽ ക്ലിനിക്ക് തന്നെയാണ്. പിന്നെ ഒരു സംശയം ഉണ്ടാവും ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനുശേഷം അതിൻ്റെ താഴെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്നുണ്ട്. അതിൽ ഞാൻ 24-ാം തീയതിക്കാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി കൊടുത്തു. അതിൽ വന്ന സ്ലോട്ട്സ് ആണത്. ഇതിൽ ഹാഷ് കളർ കൊടുത്തൊക്കെ ബുക്ക് ചെയ്തതാണ്. അതിൽ ഞാൻ 10ാമത്തെ ടോക്കൺ കൊടുത്തു. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്തു. ഇതിലിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് താഴെ പേ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പ്രോസസ്സിങ് ആവുന്നുണ്ട്. ഇതിൽ ഡയറക്റ്റ് വരുന്നത് നമ്മുടെ ഏത് ബാങ്കാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു. ഏത് പേയ്മെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. UPI ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അതും ആപ്പ് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ GPay കാണിക്കുന്നുണ്ട്. അതിൽ ആ GPay സെലക്ട് ചെയ്ത് ഞാൻ എത്രയാണ് ടോക്കൺ എമൗണ്ട് എന്ന് വെച്ചാൽ അത് അതിൽ അടിച്ചു കൊടുത്തു. 10 രൂപയായിരുന്നു. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബാക്ക് മെനു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡീറ്റെയിൽസ് ഉള്ള ഇത് വരും. അതിൽ പോയിട്ട് ക്ലിക്ക് ഹിയർ എന്ന് അവിടെ കാണാം. അത് പോയി സെലക്ട് ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഡീറ്റെയിൽസും ഈ ടിക്കറ്റിൻ്റെ ഒരു ഫ്രണ്ട് പേജ് വരും. അത് അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് എന്നുള്ളത് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഫോണിൽ മെസ്സേജ് വരും നമ്മളിങ്ങനെ മെഡിക്കൽ കോളേജിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലിപ്പ് നമുക്ക് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡോ ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ പറഞ്ഞു തരാം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു.